ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റുള്ളിൽ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ചേരുവകളും കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ നല്ല മഴയുള്ള സമയത്തും അതേപോലെ തന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാനും പറ്റും. നല്ല ചൂടോടുകൂടി ഇതേപോലൊരു സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാൻ മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മാത്രം മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെയും നന്നായിട്ട് തന്നെ വേവിച്ച് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതേപോലെ ഒന്നെങ്കിൽ കൈവച്ചോ അല്ലെങ്കിൽ ഇതേപോലെ ശരിക്കും നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് 3 ഒന്ന് ഉടച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല, അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉടച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴും പരത്തിയെടുക്കുമ്പോഴും അത്രയ്ക്കാണ് ശരിയായെന്ന് വരില്ല. അപ്പോൾ കട്ടകളില്ലാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ആദ്യം തന്നെ വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു ചെറിയ സവാള അത്രയും മാത്രം മതിയാവും, ഒരുപാട് വലുതൊന്നും വേണ്ട. എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അളവനുസരിച്ച് സവാളയുടെ വലുപ്പത്തിലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുത്താം. അപ്പോൾ തീരെ കനം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. നന്നായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടാതെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകമല്ല ചെറിയ ജീരകം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതിനകത്തേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ നല്ലൊരു മുറുക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വറുത്തതോ വറുക്കാത്തോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. ഇപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അരിപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇട്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ വിട്ടുപോരും. അതുകൊണ്ടാണ് അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഈ വെള്ളത്തിൽ പതുക്കെ ഒന്ന് മുക്കിയിട്ട് ശരിക്കും ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം എടുത്തത്. ഒരുപാട് നേരം മുക്കി വെക്കരുതേ, ജസ്റ്റ് പതുക്കെ ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രെഡ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ബ്രെഡ് മാത്രം മതിയാവട്ടോ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരളവിന്. അപ്പോൾ എടുത്തിരിക്കുന്ന 3 ബ്രെഡും നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ച് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവയും നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്താണ് അരിപ്പൊടി കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത്. കണ്ടോ, ഇത്ര മാത്രം ചേരുവകളെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തുണ്ടായിരുന്നില്ല കേട്ടോ, ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈവച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല മുറുക്കത്തിലാണോ ഇരിക്കുന്നത് അതോ കുറച്ച് ലൂസായിട്ടാണോ ഇരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി കയ്യിലെടുത്ത് ഒന്ന് കുഴച്ച് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇങ്ങ് വിണ്ട് കീറി പോരുന്നുണ്ടോ അല്ലെങ്കിൽ ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങ് വിട്ട് പോരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. വേറെ ചേരുവകളുടെ ഒന്നും തന്നെ ആവശ്യം നമുക്കില്ല. ഇപ്പം നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. കണ്ടോ, കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആക്കിയെടുക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു വടയുടെ ഷേപ്പിലാണ് ആക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ല പതുക്കെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പറ്റിയതിന് ശേഷം നമ്മുടെ സാധാരണ വടയൊക്കെ റെഡിയാക്കില്ലേ അതേപോലെയാണ് ഒന്ന് റെഡിയാക്കുന്നത്. നമ്മുടെ വിരൽ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതേപോലെ നടുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സൈഡൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് പ്രസ് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങ് വിട്ട് പോരും. അതപ്പോൾ അരിപ്പൊടിയുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ വിട്ട് പോരുന്നത്.
നമുക്കപ്പോൾ ബാക്കിയുള്ള മിക്സും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ആക്കിയെടുക്കാവേ. കണ്ടോ, ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 9 വടയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. തീരെ ചെറിയ വടയല്ല, എന്നാൽ ഒരുപാടങ്ങ് വലുതുമല്ല, ഒരു മീഡിയം സൈസുള്ള വട അതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. എണ്ണത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിലൊരു വ്യത്യാസം വന്നിരിക്കാം. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങ് 3 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഉരുളക്കിഴങ്ങ് 2 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 9-10 വട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഓയിലിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന വട നല്ല ചൂട് എണ്ണയിലേക്കിട്ട് ഇങ്ങ് മുരിച്ചെടുക്കാം. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. കാരണം ഒരുപാട് കനമൊന്നുള്ളതല്ല. ബ്രെഡാണെങ്കിലും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്ത് തന്നെ വന്നതാണ്. പിന്നെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതിയാവും. വേണ്ട, ഒരു വശമൊക്കെ പതുക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി, ഒരുപാടൊന്നും അങ്ങ് മുരിഞ്ഞ് പോകണ്ട. ഇനി ഈ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതങ്ങ് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ വടയുടെ 2 വശമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി ശരിക്കും തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് എടുത്ത് നമുക്കങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. കണ്ടോ, ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ അതേപോലെ തന്നെ പൊടിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഒരെണ്ണമൊന്ന് ചെയ്ത് നോക്കുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ആ അരിപ്പൊടിയുടെ അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അതങ്ങനെ പൊടിഞ്ഞ് പോവുകയാണെങ്കിൽ തന്നെ പോകുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി നിന്ന് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. അടുത്തതും ഇതേപോലെ തന്നെ നന്നായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വടയൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ശരിക്കും മുരാന്നിരിക്കും കേട്ടോ. തണുത്ത് കഴിഞ്ഞാലും നല്ലതാണ്, പക്ഷേ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അതിപ്പോൾ ഏത് സ്നാക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതേപോലെ നല്ല ചൂടോടുകൂടി ടൊമാറ്റോ സോസിൻ്റെയും അതേപോലെ തന്നെ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.